റെഡ് ഫോർട്ടിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. റെഡ് ഫോർട്ടിനടുത്ത് അതെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് പുറത്തെ റോഡിൽ നിർത്തിയിട്ട കാറിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. നോബിൾ വിവരങ്ങൾ നൽകും. നോബിൾ എന്താണ് സംഭവം, എപ്പോഴാണ്? അതിന് മുമ്പാണ് ദില്ലിയിൽ റെഡ് ഫോർട്ട് ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഫോടനം ഉണ്ടായെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. നിർത്തിയിട്ട് ഒരു കാറിനാണ് സ്ഫോടനം ഉണ്ടായത്. തൊട്ടടുത്ത 3 കാറുകൾ കൂടി തീ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചെങ്കോട്ടയിൽ ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു എന്നും അറിയാൻ കഴിയുന്നു. എന്താണ് ഇതാണ് സംഭവിച്ചതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പോലീസിനൊക്കെ വലിയ സംവിധാന സ്ഥലത്തേക്കുണ്ട്. കാർ എങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുമ്പോൾ പരിശോധിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ വിവരം. എന്തായാലും പോലീസിന്റെ വലിയ സംവിധാന സ്ഥലത്തേക്ക് എത്തിയാൽ പൂർണ്ണമായും ഇപ്പോൾ അടച്ചുകൊണ്ട് ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു കാർ, അതായത് കോട്ടയോട് ചേർന്നുള്ള റെഡ്ഫോർട്ടോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനോടടുത്താണ് ഈ കാറ് നിർത്തിയിട്ടിരിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ആ കാർ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തൊട്ടടുത്തുണ്ടായ 2 കാറുകൾ കൂടി അത്തരത്തിൽ തീ പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന്. 3 വാഹനങ്ങൾക്ക് തീപിടിച്ചു. ഒരു കാറിലാണ് ഈ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നതെന്ന് സംശയിക്കുന്നു. ഡൽഹിയിൽ റെഡ് ഫോർട്ടിന് സമീപം ഒരു കാറിലാണ് സ്ഫോടനം ഉണ്ടായത്. ബാക്കി 2 കാറുകളിലേക്ക് തീ പടരുകയായിരുന്നു. ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, അല്ലേ നോബിൾ? അരുൺ, ഈ ഘട്ടത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ട്